അനുരാഗതീരം ഭാഗം 5. രചന അഭിരാമി. എൻ്റെ കർത്താവേ, എന്നതൊക്കെയാ ഇവനീ പറയുന്നേ? ആരാണ്ടോടോ ഉള്ള വാശിക്ക് ഏതാന്ന് പോലും അറിയാത്തൊരു പെണ്ണിൻ്റെ കഴുത്തെ മിന്നു കെട്ടിയെന്ന്. എനിക്കിതൊന്നും കേൾക്കാൻ മേലേ. നീ ഒന്ന് അടങ്ങ് റോസമ്മേ. നിലവിളി തുടങ്ങിയ റോസ്ലിനെ സമാധാനിപ്പിക്കാനെന്ന പോലെ എബ്രഹാം പറഞ്ഞു. ഞാൻ എന്നെ കണ്ടോണ്ട് അടങ്ങാനാ മനുഷ്യ? ഗുണ്ടകളെയും കൊണ്ട് വന്നിവനെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ചില്ലറക്കാരായിരിക്കുമോ? അന്നേരം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനി അവരൊക്കെ കൂടി എന്നതൊക്കെയാണ് ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം? അവർ ചില്ലറക്കാരോ വെല്ലറക്കാരോ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ മമ്മി. അവരെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നതൊക്കെ ചെയ്യുകയും ചെയ്യട്ടെ. ഇനിയിപ്പോൾ പേടിച്ച് കടുകിനകത്ത് കയറിയിരിക്കാൻ പറ്റുമോ? ദേവി നിസ്സാരമായി പറഞ്ഞു. വേണ്ടടാ, നീ ഇങ്ങനെ വഴിയേ പോണ വയ്യാവേലി മൊത്തം എരന്ന് മേടിച്ച് നടന്നു. നീ നിൻ്റെ എരണം കെട്ട കൂട്ടുകാരും കൂടെ ചേർന്ന കുന്നേക്കാരുടെ വീട്ടിൽ കയറി അവിടുത്തെ ചെറുക്കനെ തല്ലിയൻ്റെ കേസ് ഇതുവരെ തേച്ചു മാച്ച് കളഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ നീ പെണ്ണ് കേസ് കൂടെ ആയപ്പോൾ പൂർത്തിയായി. എന്നാ വേണ്ടാതിനോ മമ്മി വിളിച്ചു പോകുന്നേ? ഞാൻ എപ്പോഴാണ് പെണ്ണ് കേസിന് പോയത്? ദേവി നിഷ്കളങ്കത വാരി വിതറി. പിന്നിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നതാടാ? ഉണ്ടായത് എന്നതായാലും ഞാൻ അവളെ മിന്നു കെട്ടി. ഇപ്പോൾ അവളെൻ്റെ കെട്ടിയോളാ. ഉവ്വ, അതങ്ങ് പരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞേച്ചാൽ മതി. ഇനി നിന്നെ ആ പെണ്ണിൻ്റെ ഏഴയലത്ത് കണ്ടേക്കരുത്. അതിന് ഞാൻ വേറെ മുറി കൊടുത്തോളാം. പെട്ടെന്നുള്ള റോസ്ലിൻ്റെ ഭാവമാറ്റം കണ്ട് എബ്രഹാമും ഡേവിയും അന്തം വിട്ട് പരസ്പരം നോക്കി. അതെന്നാ ഇപ്പോൾ പുതിയൊരു തീരുമാനം? നേരത്തെ നീ തന്നെ അല്ലയോ അതിനെ ഇവൻ്റെ മുറി കൊണ്ടാക്കിയത്? എബ്രഹാമിന് തൻ്റെ സംശയം അടക്കാൻ കഴിഞ്ഞില്ല. അത് നേരാ. ഇവൻ മിന്നു കെട്ടിയ പെണ്ണാ കെട്ടിയോളാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഇവർ തമ്മിൽ പ്രേമമെങ്ങാണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ വീട്ടിൽ വല്ലോ പ്രശ്നമായപ്പോൾ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നതാന്നല്ലയോ? അതുകൊണ്ടാണ് മുറിയിലൊക്കെ ആക്കി കൊടുത്തത്. അതിനിപ്പോൾ എന്നതാടി? എന്തുവായാലും ഇപ്പോൾ അവളിവൻ്റെ കെട്ടിയോള് തന്നെ അല്ലയോ? എബ്രഹാം നിസ്സാരവൽക്കരിച്ചു. അപ്പോൾ അതേ ചിന്ത തന്നെയായിരുന്നു ഡേവിയുടെ മനസ്സിൽ. ഒരു കെട്ടിയോളും കെട്ടിയോനും വന്നേക്കുന്നു. പച്ചപ്പാതിരായ്ക്ക് നടുറോഡി വെച്ച് ഏതോ തെമ്മാടികളെ തോൽപ്പിക്കാൻ വേണ്ടി ആ പെണ്ണിനോട് പോലും ചോദിക്കാതെ മിന്നു കെട്ടിയിട്ടല്ലയോ കെട്ടിയോളെ ഉണ്ടാക്കുന്നത്? അതെന്നതാ വല്ല കന്നാലിയുമാണോ? ആടിൻ്റെ കഴുത്തെ വട്ടക്കയറിടുന്ന പോലല്ലയോ മിന്നു കെട്ടി കൂടെ പുറപ്പിക്കുന്നത്? റോസ്ലിൻ കലികൊണ്ട് വിറയ്ക്കുക തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ പിന്നെ നീ എന്നാ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ആ പെങ്കൊച്ചിനെ ഇറക്കി വിടാനാണോ? പോളിൻ്റെ ചോദ്യം കേട്ട് ഡേവി ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവരിരുവരെയും നോക്കി. ശരിയാണ്, ആ താലിച്ചരട് അവളുടെ കഴുത്തിൽ കയറിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനൊട്ട് അവളുടെ അനുവാദം ചോദിച്ചതുമില്ല. പക്ഷേ ഇനിയത് പൊട്ടിച്ചെടുക്കുന്നതിനെക്കുറിച്ചോ അവളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു കടച്ചിൽ. കാരണമൊന്നും അറിയുന്നില്ല, പക്ഷേ എന്തോ ഒന്നുണ്ട്. പവിത്രമായ ആ താലിയുടെ ബലമാണോ അത്? അതോ ഇനി മറ്റെന്തെങ്കിലുമോ? ആലോചിച്ചിട്ടോ അവനൊരെത്തും പിടിയും കിട്ടിയില്ല. എങ്കിലും മനസ്സാകെ കലങ്ങി മറിഞ്ഞതുപോലെ തന്നെയിരുന്നു. ഇറക്കി വിടുവൊന്നും വേണ്ട. പക്ഷേ ആ പെങ്കൊച്ചിൻ്റെ മനസ്സൂടെ അറിഞ്ഞിട്ട് നിയമപരമായിട്ട് കൂടി അതിനെ നിൻ്റെ കെട്ടിയോളാക്കിയിട്ട് മതി ഇനിയും കെട്ടിയോളും കെട്ടിയോനും കളിയൊക്കെ. അതുവരെ അതിൻ്റെ പരിസരത്ത് കണ്ടുപോകരുത് നിന്നെ. അത് നേരാടാ ഉവ്വേ, അതാ നല്ലത്. എബ്രഹാം പെട്ടെന്ന് മറുകണ്ഠം ചാടും പോലെ പറഞ്ഞതും ഡേവി അയാളെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി. റോസ്ലിൻ അപ്പോഴും ഗാഢമായ ഏതോ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഡേവി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പുറകെ ബെഡിൽ കയറിക്കിടന്നതായിരുന്നു അനുരാധ. തലേദിവസം മുതലുള്ള ക്ഷീണവും നല്ലൊരു കുളി കഴിഞ്ഞതിൻ്റെ സുഖവും എല്ലാം കൂടിയായപ്പോൾ എത്രയൊക്കെ വേണ്ടെന്ന് കരുതിയിട്ടും അവളൊരു ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ഡേവിയോട് സംസാരിച്ചിട്ട് അവളെ മുറി മാറ്റാനായി അങ്ങോട്ട് വന്ന റോസ്ലിൻ കാണുന്നതും അവളുടെ ഉറക്കമായിരുന്നു. ക്ഷീണം കൊണ്ട് വാടിപ്പോയ മട്ടിൽ കിടന്നുറങ്ങുന്ന ആ പെണ്ണിനെ കാണെ ഉറക്കം തെളിക്കാൻ തോന്നാതെ അവർ തിരികെ പോയിരുന്നു. അപ്പോഴും അതൊന്നും അറിയാതെ തളർന്നുറങ്ങുകയായിരുന്നു അനുരാധ. ആ പെങ്കൊച്ചെണീറ്റില്ലയോ? ഉച്ചയൂണിൻ്റെ നേരത്ത് ചോറിലേക്ക് കൈയിട്ടപ്പോഴായിരുന്നു എബ്രഹാം അനുരാധയെക്കുറിച്ച് ഓർത്തത്. ഇല്ല, നല്ല ഉറക്കവാ. ആ ഉറക്കം കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. റോസ്ലിൻ പറഞ്ഞതിന് മറുപടിയായി വെറുതെ ഒന്ന് മൂളിയിട്ട് എബ്രഹാം കഴിച്ചു തുടങ്ങി. ആ കൊച്ചിന് എന്നതൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചായ. ആലോചനയോടെ റോസ്ലിൻ പറഞ്ഞതും എബ്രഹാം പുരികം ചുളിച്ച് ചോദ്യഭാവത്തിൽ അവരെ നോക്കി. അല്ല, അതിൻ്റെ ഉറക്കം കണ്ടിട്ട് ഈ ഇടയ്ക്കൊന്നും അത് ഉറങ്ങിയ മട്ടില്ല. അത്രയ്ക്ക് ബോധം കെട്ടുള്ള ഉറക്കവാ. ഞാൻ 2 തവണ ചെന്നിട്ടും അതൊന്നും അറിഞ്ഞതുകൂടിയില്ല. അപ്പോൾ പിന്നെ എത്ര മണിക്കൂറായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? അത് ഉറങ്ങട്ടെടി. ചെറുക്കൻ പറഞ്ഞതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയില്ലയോ? ഇനിയും അറിയാനുള്ളത് ഇതിൻ്റെയൊക്കെ കാരണങ്ങളാണ്. പിന്നെ ആ കഴുത്തിൽ നമ്മുടെ മോൻ കെട്ടിയ മിന്നെ അങ്ങോളം അണിയാൻ ആ കൊച്ച് തയ്യാറാണോ എന്നും. എല്ലാം അറിയാം. തൽക്കാലം അതൊന്ന് ഓക്കെ ആവട്ടെ. അതുവരെ ഒന്നും ചോദിക്കാൻ പോവണ്ട. എബ്രഹാം പറയുന്നത് കേട്ടിരിക്കുമ്പോൾ അതുതന്നെയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട റോസ്ലിൻ അനുകൂല ഭാവത്തിൽ തലയനക്കി.
ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ അനുരാധയ്ക്ക് തല വെട്ടിപ്പൊളിയുന്ന വേദന തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റിത്തടം അമർത്തി പിടിച്ചുകൊണ്ടായിരുന്നു അവൾ കിടന്ന കിടപ്പിൽ നിന്നും എണീറ്റത്. എണീറ്റിട്ടും ക്ഷീണവും ആലസ്യവും വിട്ടുമാറാതെ കുറച്ചു സമയം കൂടി കട്ടിലിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു അവൾക്ക് സമയത്തെക്കുറിച്ച് ചിന്ത വന്നത്. തിടുക്കപ്പെട്ട് ചുറ്റുപാടും പാഞ്ഞ കണ്ണുകൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിലെ വാച്ചിൽ ചെന്ന് നിന്നതും അനുരാധയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. 3:30യോ? അവൾ സ്വയം അറിയാതെ ചോദിച്ചു. കണ്ണുകൾ വീണ്ടും തുറന്നിട്ട വലിയ ജനലിലൂടെ പുറത്തേക്ക് പാഞ്ഞു. വെയിലാറി തുടങ്ങിയിരിക്കുന്നു. പോക്കുവെയിലിൻ്റെ മഞ്ഞളിപ്പ് കണ്ട് അവൾ ബെഡിൽ നിന്നും പിടഞ്ഞെണീറ്റു. ദിവസങ്ങൾ നീണ്ട ഉറക്കക്ഷീണം കൊണ്ട് സംഭവിച്ചു പോയതാണ്. തല തണുക്കെയൊന്ന് കുളിക്കുകയും കൂടി ചെയ്തപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെയുള്ളവരെ എങ്ങനെ ബോധിപ്പിക്കും? അവരെന്ത് കരുതി കാണും തന്നെക്കുറിച്ച്? ചിന്തകൾ മനസ്സ് മഥിച്ചു തുടങ്ങിയപ്പോൾ അവൾ വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. വാഷ് ബേസിനരികിൽ ചെന്ന് നിന്ന് മുഖത്തേക്ക് വെള്ളം കോരി ശക്തിയിൽ ഒഴിച്ചു. അപ്പോൾ തോന്നിയ സുഖത്തിൽ അവൾ കണ്ണുകൾ അടച്ചു നിന്നു. ഒട്ടൊരു നിമിഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ തുറന്ന് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു ഉന്മേഷം മുഖത്തും പ്രകടമാണെന്ന് അനുരാധയ്ക്ക് സ്വയം തോന്നി. ദിവസങ്ങളോ അല്ലെങ്കിൽ നാളുകളോ താൻ കൂട്ടിവെച്ച ഉറക്കത്തിൻ്റെ ഭാരം മുഴുവനും ഇല്ലാതായതിൻ്റെ തെളിച്ചമാണതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഒരു മാത്ര കൂടി ചിന്തിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും എന്തോ ഒന്ന് ഹൃദയത്തിൽ അങ്കലാപ്പ് തീർക്കുന്നുണ്ട്. ക്ഷീണമുണ്ടായിരുന്നു എന്നത് നേരാണ്. അതുകൊണ്ടാണ് തന്നെയാണ് ദിവസങ്ങൾ ബാക്കി വെച്ച ഉറക്കം മുഴുവനും ഉറങ്ങിത്തീർത്തത്. പക്ഷേ ഇത്രയും നേരം, ഇത്രയും ശാന്തമായി തനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? അതും തീർത്തും അന്യമായൊരിടത്ത്. അവിടെയുള്ളവരെന്ത് കരുതുമെന്ന് പോലും ചിന്തിക്കാതെ, നാളുകൾക്ക് ശേഷം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇങ്ങനെ ശാന്തമായി ഉറങ്ങാൻ മാത്രം എന്ത് ബന്ധമാണ് തനിക്ക് ഈ വീടും വീട്ടുകാരുമായുള്ളത്? അനുരാധ സ്വയം ചോദിച്ചു. തുടരും.